ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിഷയം എങ്ങനെ ശ്രദ്ധിക്കാൻ പഠിക്കാം എന്നതാണ്. നമ്മളൊക്കെ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു വാക്കാണല്ലേ ശ്രദ്ധിക്കണം എന്ന്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമൊക്കെ ഒരുപാട് തവണ ഇത് കേട്ടിട്ടുണ്ടാവും. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്ക്, പാഠപുസ്തകങ്ങൾ ശ്രദ്ധിച്ച് വായിക്ക്, ശ്രദ്ധിച്ച് പഠിക്ക്, ശ്രദ്ധയോടെ നടക്ക്, ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യേ എന്നൊക്കെ. എന്നാൽ അധികമാരും എങ്ങനെ ശ്രദ്ധിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല അല്ലേ? ഈ ശ്രദ്ധ എന്നത് ഒരു വ്യക്തിയിൽ കുറഞ്ഞു പോയാൽ പ്രശ്നമാണ്. പലപ്പോഴും നമ്മളൊക്കെ പലതും മറന്നു പോവാറില്ലേ? ഞാൻ അത് എടുക്കാൻ മറന്നു, എവിടെ വെച്ച് എന്ന് മറന്നുപോയി, അത് ചെയ്യാൻ മറന്നു എന്നൊക്കെ. ശരിക്കും അത് മറവി രോഗമൊന്നുമല്ല. ആ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ കുറയുന്നതാണ്. ശരിക്കും മറവി രോഗം വന്നാൽ അതിൽ നിന്നും മുക്തി നേടാൻ പ്രയാസമാണ്. അതിൻ്റെ തീവ്രത കുറക്കുന്ന ചികിത്സാ രീതികളാണ് നിലവിലുള്ളത്. ശ്രദ്ധ എന്നത് വളരെ വലിയ ഒരു വിഷയം തന്നെയാണ് മനുഷ്യജീവിതത്തിൽ. ശ്രദ്ധ കുറയുമ്പോൾ സ്ട്രെസ് വരും, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതാവും. മനുഷ്യ മനസ്സ് എപ്പോഴും ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അല്ലേ? അതിനെ ഒരിടത്ത് പിടിച്ചു നിർത്തുന്ന പരിപാടിയാണ് ഈ ശ്രദ്ധ. ശ്രദ്ധിക്കാനുള്ള നമ്മുടെ കഴിവിനെ എങ്ങനെ വളർത്താം? അതിന് ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്ന ഒരു ടൂളാണ് മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണത. എന്താണ് മൈൻഡ്ഫുൾനെസ്? നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ ശ്രദ്ധിക്കുക. തുറന്ന മനസ്സോടെ, കൗതുകത്തോടെ, മുൻവിധികളില്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അനുനിമിഷം വർത്തമാനകാല നിമിഷത്തിൽ ശ്രദ്ധിക്കുന്നതിലൂടെ നാം നേടിയെടുക്കുന്ന തിരിച്ചറിവുകളാണ് മൈൻഡ്ഫുൾനെസ്. മരുന്ന് കഴിക്കുന്ന പോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നല്ല. ഒരു ചെടി വിത്തിട്ട് മുളച്ച് ഇലയും കായും പൂവും ഉണ്ടാകുന്നത് പോലെ നാം പതുക്കെ പതുക്കെ നേടിയെടുക്കുന്നതാണ്. വേറെ ആർക്കും ഇതിൽ നമ്മെ സഹായിക്കാൻ കഴിയില്ല. നമ്മൾ തന്നെയാണ് ഇതിൽ നമ്മെ സഹായിക്കുന്നത്. 5 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നതിലൂടെ മൈൻഡ്ഫുൾനെസ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. 1. നമ്മുടെ ശ്വാസം. 2. നമ്മുടെ ശരീരം. 3. നമ്മുടെ ചിന്തകൾ. 4. നമ്മുടെ വികാരങ്ങൾ. 5. നമ്മുടെ ചുറ്റുപാട്. കുറച്ചു സമയം നമ്മുടെ ശ്വാസത്തിലൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മൂക്കിൻ തുമ്പിലൂടെ ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ തണുപ്പ് അറിയുക. ചൂട് നിശ്വാസം പുറത്തേക്ക് വരുന്നതും അറിയുക. പറയുമ്പോൾ എന്തെളുപ്പമാണെന്ന് തോന്നും അല്ലേ? പക്ഷേ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രയാസം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടാവും. അതങ്ങനെയാണ്. എന്ത് ശ്രദ്ധിക്കാൻ തുടങ്ങിയാലും വേറെന്തെങ്കിലുമൊക്കെ ചിന്തകൾ കയറി വരും. ശ്രദ്ധ മാറി എന്ന ഒരു തിരിച്ചറിവ് കിട്ടുന്ന സമയം വീണ്ടും ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക. ആദ്യം ഒരു 2-3 മിനിറ്റ് ചെയ്ത് നോക്കാം. പിന്നീട് 5 മിനിറ്റ്, പിന്നെ 10 മിനിറ്റ്, അങ്ങനെ കൂട്ടിയെടുക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ശ്രദ്ധിച്ചുകൊണ്ടും ശ്രദ്ധാപൂർണത നേടാം. ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ നടക്കുന്ന സമയത്ത് കാൽപാദങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കാം. മറ്റൊരു ചിന്തകളും ഇല്ലാതെ കാൽപാദങ്ങൾ മാറി മാറി വരുന്നതിൽ തന്നെ ശ്രദ്ധിച്ച് നടക്കുക. എത്ര സമയം വരെ ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് നോക്കുക. അതുപോലെ ഇപ്പം നമ്മൾ പച്ചക്കറി അരിയുവാണെങ്കിൽ അതിൽ തന്നെ ശ്രദ്ധിച്ച് അതിൻ്റെ ഷേപ്പൊക്കെ ആസ്വദിച്ച് ചെയ്യുക. നമ്മൾ ആദ്യമായി വെജിറ്റബിൾ കട്ട് ചെയ്യാൻ പഠിച്ച അതേ ഒരു ജിജ്ഞാസയോടെ ചെയ്യുക, മനസ്സാന്നിധ്യത്തോടെ ചെയ്യുക എന്നതാണ്. നമുക്ക് എത്ര സമയം വരെ ഇതിൽ തന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓരോ ദിവസവും നമ്മളെ നിരീക്ഷിക്കുക. നമ്മൾ ചെയ്യുന്ന ഏതു കാര്യത്തിലും നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പല്ല് തേക്കുമ്പോഴാവട്ടെ, കുളിക്കുമ്പോഴാവട്ടെ, ഭക്ഷണം കഴിക്കുമ്പോഴാവട്ടെ, അതിലൊക്കെ മനസ്സാന്നിധ്യം കൊണ്ടുവന്ന് ശ്രദ്ധയോടെ അറിഞ്ഞും അനുഭവിച്ചും ആസ്വദിച്ചും ചെയ്യുക.
അങ്ങനെ ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിലൂടെ ശ്രദ്ധയെ വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുന്നതിലൂടെ മൈൻഡ്ഫുൾനെസ് നേടാം. നമ്മുടെ വികാരങ്ങളെ ശ്രദ്ധിക്കുന്നതിലൂടെ മൈൻഡ്ഫുൾനെസ് നേടാം. നമ്മുടെ ചുറ്റുപാടുകളിൽ ശ്രദ്ധിക്കുന്നതിലൂടെ മൈൻഡ്ഫുൾനെസ് നേടാം. ഇതൊന്നും അത്ര എളുപ്പമല്ലെങ്കിലും മനുഷ്യന് സാധ്യമാണ്. തുടർച്ചയും വളർച്ചയും ഉണ്ടാവണം, ക്ഷമയുണ്ടാവണം. അതിലൊക്കെ ഉപരിയായി തനിക്ക് ശ്രദ്ധിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കണം എന്നൊരു ബോധവും വേണം. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുന്നതിലൂടെ അമിതമായ മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കാൻ കഴിയും. ഒട്ടനവധി മാനസിക ശാരീരിക രോഗങ്ങൾക്ക് ഒരു ലഘൂകരണ മാർഗമായി ഇന്ന് മൈൻഡ്ഫുൾനെസ് നിർദ്ദേശിക്കുന്നുണ്ട്. ചിന്താശേഷി വർദ്ധിപ്പിക്കാനും ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തി കൂട്ടാനുമൊക്കെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് നമ്മെ സഹായിക്കും. മറവി രോഗങ്ങളെ പ്രതിരോധിക്കാനും മൈൻഡ്ഫുൾനെസ് നല്ലൊരു മാർഗമാണ്. സോ ഗൈസ്, ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പോസിറ്റീവ് മൈൻഡ് കമ്മ്യൂണിറ്റി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെല്ലാം ജോയിൻ ചെയ്യൂ. താങ്ക്